നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യുന്നത് ഡെൻസിറ്റി റേഷ്യോ അക്രോസ് ഷോക്കാണ്. ഡ്രൈവ് ചെയ്യേണ്ടത് ഡിറൈവ് ഡെൻസിറ്റി റേഷ്യോ റോ വൈ ബൈ റോ എക്സ് ഓവർ ഷോക്ക്. ഇതാണ് റിലേഷൻ. ആ റിലേഷൻ ഇതാണ് റോ വൈ ബൈ റോ എക്സ് ഈക്വൽ ടു ഗാമ പ്ലസ് 1 ബൈ 2 mx സ്ക്വയർ ബൈ 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 mx സ്ക്വയർ കണ്ടുതരാൻ വേണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി റേഷ്യോ ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ശേഷം ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ ഡിറൈവ് ചെയ്യും. ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ ഡിറൈവ് ചെയ്യുന്നതിനെയാണ് റാങ്കൈൻ ഹുഗനോയിഡ് റിലേഷൻ എന്ന് പറയുക. രണ്ടെണ്ണം ഉണ്ടത്, ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ, ഇനി പ്രഷർ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി റേഷ്യോ. അപ്പോൾ രണ്ടെണ്ണം വരുന്നതുകൊണ്ടാണ് റാങ്കൈൻ ഹുഗനോയിഡ് റിലേഷൻസ് ഇക്വേഷൻസ് പ്ലൂറൽ പറയാൻ കാരണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് ചെയ്തിട്ട് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യാം, അത് ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റാങ്കൈൻ ഹുഗനോയിഡ് റിലേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യം റോ വൈ ബൈ റോ എക്സ് ഡിറൈവ് ചെയ്തതിന് ശേഷം ഈ എം എക്സിന് പകരം പ്രഷറിനെ കൊണ്ടുവന്നിട്ട് അതിന് വീണ്ടും മാറ്റണം. അപ്പോൾ 2 വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡെൻസിറ്റി റേഷ്യോ, ഈ വീഡിയോ നമുക്ക് ഡെൻസിറ്റി റേഷ്യോ ഡെറിവേഷൻ മാത്രം പറയാം. ഇൻ ടേംസ് ഓഫ് മാക് നമ്പറിലാണ് കിട്ടുക. അതിനുശേഷം എന്താണ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോയിലുള്ളത് വേറെ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗ്യാസ് ഇക്വേഷനിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കാരണം എന്താണ് ടു ഫൈൻഡ് എന്താണ് റോ വൈ ബൈ റോ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയണം പി വി ഈക്വൽ ടു ആർ ടി, പി ബൈ റോ ഈക്വൽ ടു ആർ ടി, പി ഈക്വൽ ടു ഗാമ ആർ ടി, റോ അപ്പുറത്ത് നിർത്തിയിട്ട് പി ബൈ ആർ ടി ഈക്വൽ ടു റോ ഓർ റോ ഈക്വൽ ടു പി ബൈ ആർ ടി. അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ള് എഴുതണമെന്നില്ല, കാരണം അതിൽ ഒരുപാട് ലെങ്ത് വരില്ല, സൈഡിൽ എഴുതിയാലും മതി. ഇനി അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് റോ വൈ ബൈ റോ എക്സ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, റോ വൈ ഈക്വൽ ടു എന്ത് വരും, പി വൈ ബൈ ആർ ടി വൈ എന്ന് കിട്ടും. റോ എക്സ് എന്ത് വരും, പി എക്സ് ബൈ ആർ ടി എക്സ് കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റോ വൈ ബൈ റോ എക്സ് എന്ത് വരും, പി വൈ ബൈ ആർ ടി വൈ ബൈ ഇത് ബൈ ഇത് പി എക്സ് ബൈ ആർ ടി എക്സ്. എ ബൈ ബി ബൈ സി ബൈ ഡി വരുമ്പോൾ എന്ത് വരും, എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി. ഇവിടെ എഴുതാൻ നിൽക്കണ്ട, മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ കാണുന്ന സാധനം നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതെന്ത് വരും, ഇത് വരും പി വൈ ബൈ ആർ ടി വൈ ഇൻറ്റു ആർ ടി എക്സ് ബൈ പി എക്സ് ഈക്വൽ ടു എന്ത് വരും, ഈ 6 വെട്ടിപ്പോവും, പി വൈ ബൈ പി എക്സ് ഇൻറ്റു ടി എക്സ് ബൈ ടി വൈ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോ വൈ ബൈ റോ എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് പി വൈ ബൈ പി എക്സ് ഇൻറ്റു ഇതാണ് ടി എക്സ് ബൈ ടി വൈ. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ പറയാം. ഓർ എന്താണ് റോ വൈ ബൈ റോ എക്സ് ഈക്വൽ ടു പി വൈ ബൈ പി എക്സ്. ഈ റിലേഷൻ ഓൾറെഡി നമ്മൾ ഡിറൈവ് വെച്ചിട്ടുണ്ട്, അത് ബൈ ടി വൈ ബൈ ടി എക്സ്. ഇങ്ങനെയും പറയാം, ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ പി വൈ ബൈ പി എക്സ് പണ്ട് ഡിറൈവ് ചെയ്തതിൻ്റെ ഓർമ്മയിൽ എടുത്ത് എഴുതുക. പി വൈ ബൈ പി എക്സ് ഈക്വൽ ടു ഓൾറെഡി കിട്ടിക്കിടക്കുന്നുണ്ട്, എന്താണ് 2 ഗാമ ബൈ ഗാമ പ്ലസ് 1 എം എക്സ് സ്ക്വയർ മൈനസ് ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 കിട്ടിയില്ലേ. ഇനി ടി വൈ ബൈ ടി എക്സ് അതും മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുണ്ട് നമ്മൾ, പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം എക്സ് സ്ക്വയർ ഇൻറ്റു 2 ഗാമ ബൈ ഗാമ മൈനസ് 1. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, എം എക്സ് സ്ക്വയർ മൈനസ് 1
കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ അടിയിൽ ഇനിയും ഉണ്ട്. ഇത് വലിയ സംഭവമായിരുന്നത്, ഓർമ്മയില്ലേ? ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഇത്തിരി പണിയെടുത്തിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഇപ്പോഴാണ് കഴിഞ്ഞത് എഴുതിയിട്ട്. ഉണ്ടാ ഇത്രയ്ക്കും ഉണ്ട് ഈ സാറിന് dy/dx. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല പണിയുണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. എന്താ പറയണ്ടേ, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ തിരിച്ചിടുക. അതിന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് വരും, പണി ഒരുപാട് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ എഴുതുന്നില്ല. ഇതിനെ തിരിച്ചിടുമ്പോൾ നമുക്ക് ഇടുമ്പോൾ ഇടാം. അപ്പോൾ ρy/ρx = ഇത് ഇൻറ്റു ഇതിനെ തിരിച്ചിടുക. അപ്പോൾ ആദ്യം 2γ/γ + 1 mx² - γ - 1, ഇത് ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, γ + 1. അത് ബൈ എന്ത് വരും, തിരിച്ചിടണം, അല്ലെങ്കിൽ ഇൻറ്റു tx/dy. അതായത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇൻറ്റു tx/dy എന്ന് വരും. ഇതിന് നേരെ തിരിച്ചിട്ട് ഈ അടിഭാഗം മുകളിലേക്ക് വരും. 1/2 γ + 1 2/γ + 1. അടിയിൽ γ + 1 വരില്ലല്ലോ, ഞാൻ വന്നാൽ വെട്ടി പോവില്ലേ? അപ്പം നിങ്ങൾ പറയാത്ത γ - 1 അടിയിൽ. എനിക്ക് എപ്പോഴും അവിടെ തെറ്റുന്നുണ്ടല്ലേ, എപ്പോഴും അവിടെ ഒരു പെട്ടെന്ന് ഫ്ലോയിൽ എഴുതുമ്പോൾ γ - 1. ഓക്കെ, ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഈ സംഭവം മുകളിലേക്ക് വന്നിട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് മുകളിലും ഇത് അടിയിലും വരും. കാരണം എന്താണ്, നമുക്ക് വേണ്ടത് tx/dy ആണ്, ഏതിലുള്ള dy/dx ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ബാക്കി mx². ഇനി ഇതിൻ്റെ ഈ ഭാഗം അടിയിൽ വരും. തിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, 1 + γ - 1/2 mx². ഇതിന് ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. അതേ ഇൻറ്റു കഴിഞ്ഞിട്ടില്ല ഇതൊരു ടേം കൂടി ഉണ്ട്, 2γ/γ - 1 mx² - 1. ഇത്രയുണ്ട്. ഇനി ഇതിനെ അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതിലിപ്പോൾ എന്തെങ്കിലും വെട്ടിക്കളയാൻ എന്തെങ്കിലും പറ്റുമോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ കാണുന്ന സംഭവത്തിൽ എന്താ ചെയ്യാൻ പറ്റുക, ഈ ഒരു റിലേഷനിൽ സിംപ്ലിഫിക്കേഷൻ എവിടെ നിന്ന് ചെയ്യാം. ഇതിൻ്റെ ഒരു γ + 1/γ - 1 ഇല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഇതിനങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്താ മനസ്സിലായോ, ഒരു γ + 1/γ - 1 ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം, എന്നിട്ട് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇക്വൽ ടു എന്ത് വരും, 2γ × γ + 1/γ - 1. ഇവിടെ ഒരു γ + 1 ഓൾറെഡി ഉണ്ട്, അപ്പോൾ നമ്മൾ അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു mx² - γ + 1/γ - 1 ഇൻറ്റു γ - 1/γ + 1 ഇൻറ്റു 1/2. നമ്മളിതിനുള്ളിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉണ്ട്, ബാക്കി അവിടെ γ + 1 ഒരെണ്ണേ ഉള്ളൂ, സ്ക്വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുത്തു. ബാക്കി γ - 1 അവിടെ ഇല്ല 1 mx² ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെ. ഞാൻ ഇവിടെ സ്ഥലത്തുകൊണ്ട് ഞാൻ എഴുതാം. ഡിനോമിനേറ്ററിന് മറ്റൊന്നും വരുത്തിയില്ല, നമ്മൾ ന്യൂമറേറ്ററിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ഇവിടെ ഈ γ + 1 വെട്ടിപ്പോയി. പിന്നെന്താണ്, ഇവിടെ ഈ γ - 1 ഈ γ - 1 വെട്ടി, γ + 1 വെട്ടി, ഇവിടെ എത്ര വന്നില്ലേ. അപ്പോൾ ഈ കാണുന്ന സംഭവം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുമ്പോൾ എന്ത് വരും, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരിക, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എന്ത് വരും, 2γ / γ - 1 ഇതായിരുന്നു. 2γ / γ - 1 2γ / γ - 1 2γ / γ - 1 mx². പിന്നെ ഇവിടെ എല്ലാം വെട്ടിപ്പോയിട്ട് അവസാനം -1 ആയി. -1 ഇൻറ്റു ഇത് മൊത്തത്തിൽ ഒരു സാധനം ആയിരുന്നല്ലോ, ബ്രാക്കറ്റ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ബ്രാക്കറ്റ് ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, ബ്രാക്കറ്റ്. അപ്പോൾ ആ ബ്രാക്കറ്റ് നമ്മൾ ഇവിടെ ഇടുന്നു, ബ്രാക്കറ്റ്. ബാക്കി ഇവിടെ എന്താണ് ഇവിടെയുള്ളത്, ഹാഫ് അല്ലേ, γ + 1/2 mx², γ + 1/2 mx² ബൈ ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ എന്താണ്, 1 + γ - 1 1 + γ - 1/2 mx² അല്ലേ.
ഇൻറ്റു ഈ സംഭവം 2 കണ്ട ഓർമ്മയില്ല നിങ്ങൾക്ക് എവിടെ കണ്ടത് കാണുന്ന സാധനം തന്നെയാണത് 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx സ്ക്വയർ മൈനസ് 1 വേണ്ട ഈ കാണുന്ന സാധനം നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇവിടെ മുകളിൽ വന്ന സാധനമാണ് ഡിനോമിനേറ്ററിലാണ് ഇതാണ് ഡിനോമിനേറ്റർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? വളരെ സിമ്പിളാണ്. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ഇതും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുള്ള ഈക്വൽ ടു 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx സ്ക്വയർ മൈനസ് 1 ബൈ 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 mx സ്ക്വയർ. നമുക്ക് വേണ്ട സാധനം ആയോ? ഗാമ പ്ലസ് 1 ബൈ 2 ഞാൻ എടുത്ത് എഴുതിയപ്പോഴുള്ള പ്രശ്നമാണോ? ഇത് വെട്ടിപ്പോയിട്ട് ഇത് വെട്ടിപ്പോയതല്ലേ, സോറി, അത് വെട്ടിപ്പോയതാണ്. വെട്ടിപ്പോയി ഞാൻ എടുത്ത് എഴുതിയത് മണ്ടത്തരാണ് കാണിച്ചത്, ഭയങ്കര മണ്ടത്തരായിപ്പോയി. ഇത് വെട്ടിപ്പോയ സംഭവമാണല്ലോ. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ സാധനം പോയി. അതാണ് ഒരു എഞ്ചിനീയർക്ക് ശരിക്കും അത്യാവശ്യം വേണ്ട ഒരു സാധനം. അപ്പോൾ അടിയിൽ വെട്ടിപ്പോയി വെച്ച് ബാക്കിയുള്ളത് എടുത്തെഴുതണ്ടേ? ബാക്കിയുള്ളത് എടുത്തെഴുതുമ്പോൾ ഇതല്ല എടുത്തെഴുതേണ്ടത്. ബാക്കിയുള്ളത് എടുത്തെഴുതണം. ബാക്കിയുള്ളത് ഇതാണ് എടുത്തെഴുതേണ്ടത്. ഗാമ പ്ലസ് 1 ബൈ 2 mx സ്ക്വയർ. ഇപ്പോൾ ശരിയായില്ലേ? ഇപ്പം നമുക്ക് വേണ്ട സാധനം എന്താണ്? ഈ സംഭവം തന്നെയല്ലേ കിട്ടേണ്ടത്? കറക്റ്റ്. റോ വൈ ബൈ റോ എക്സ്.